ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായി സഖ്യം ചേരാത്തതിന്റെ കാരണം വെളിപ്പെടുത്തി SP അധ്യക്ഷൻ അഖിലേഷ് യാദവ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താനുള്ള തന്ത്രം തന്നെയാണ് കോൺഗ്രസിനെ പുറത്തു നിർത്തുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന സൂചനയാണ് അഖിലേഷ് യാദവ് നൽകിയത്. ഉത്തർപ്രദേശിലെ മുഴുവൻ സീറ്റുകൾ പരിശോധിച്ചാലും BJPക്ക് ഭൂരിപക്ഷമില്ല. 2017 ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഒന്നിച്ചാണ് മത്സരിച്ചത്. എന്നാൽ BJPക്ക് മുന്നിൽ സഖ്യം പരാജയപ്പെട്ടു. അതോടെയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മായാവതിയുടെ BSPയുമായി കൈകോർക്കാൻ തീരുമാനിച്ചതെന്നും അഖിലേഷ് യാദവ് വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമായി താൻ ഇപ്പോഴും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നുണ്ടെന്നും PTIക്ക് നൽകിയ അഭിമുഖത്തിൽ അഖിലേഷ് വ്യക്തമാക്കി. നിലവിൽ SP-BSP സഖ്യം 38 വീതം സീറ്റുകളിൽ മത്സരിക്കാനാണ് ധാരണയായിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും UP അധ്യക്ഷ സോണിയാഗാന്ധിയും മത്സരിക്കുന്ന റായ്ബറേലി, അമേഠി മണ്ഡലങ്ങളിൽ സഖ്യം മത്സരിക്കില്ല. ബാക്കി 2 സീറ്റ് മറ്റു കക്ഷികൾക്ക് വിട്ടുനൽകും. എന്നാൽ BSP-SP സഖ്യം പ്രഖ്യാപിച്ച പിന്നാലെ 80 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കി. അതേസമയം സഖ്യത്തെ തകർക്കാനില്ലെന്ന നിലപാടാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. SP-BSP സഖ്യമല്ല, മറിച്ച് BJP തന്നെയാണ് മുഖ്യ ശത്രുവെന്ന് രാഹുൽ ഗാന്ധിയും ആവർത്തിച്ചു പറയുന്നുണ്ട്. SP-യുടെ BSPയുടെ പ്രധാന വോട്ട് ബാങ്ക് എന്നത് ദളിതരും മുസ്ലിങ്ങളുമാണ്. കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് പ്രധാനമായും മുന്നാക്ക വിഭാഗക്കാരും ബ്രാഹ്മണരുമാണ്. ദളിതരുടെയും മുസ്ലിങ്ങളുടെയും വോട്ട് കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് SP-BSPയുമായി സഖ്യത്തിലേർപ്പെട്ടാൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായ ബ്രാഹ്മണരും മുന്നാക്ക വിഭാഗക്കാരും SP-ക്കോ BSPക്കോ വോട്ട് ചെയ്യാതെ BJPക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിനെ പുറത്തു നിർത്തി SP-യും BSPയും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് എന്നാണ് സൂചന.